പഴയ UDF അല്ല, കോൺഗ്രസിൽ പഴയ തർക്കങ്ങളില്ല, ഇത്തവണ ജനുവരിയിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ പുതുയുഗ യാത്ര കഴിയുമ്പോൾ സ്ഥാനാർത്ഥികളാകും എന്നായി. എന്നിട്ടും കാണാതെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇലക്ഷൻ വൈകുന്നത് കൊണ്ടാണ്, പ്രഖ്യാപനം വന്നാൽ 1 മണിക്കൂർ വേണ്ട പട്ടിക വരും എന്നാണ് പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞത്. ഒടുവിൽ നോമിനേഷൻ കൊടുക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പട്ടിക പുറത്തു വരുന്നതിന് മുൻപ് സ്ഥാനാർത്ഥി നിർണയ തർക്കത്തിൽ മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ പാർട്ടി വിടുന്നതിൻ്റെ ചർച്ചകൾ. പുതിയ പാർട്ടി ഉണ്ടാക്കി കണ്ണൂർ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തും എന്ന ഭീഷണി. തർക്കം തീർക്കാൻ ഇടപെട്ട AK ആൻ്റണിയുടെ ഉറപ്പിൽ പിന്നെയും സസ്പെൻസ്. കേസ് അനുകൂലികളുടെ പടക്കം പൊട്ടിക്കൽ. മണിക്കൂറുകൾ കഴിഞ്ഞ് സുധാകരൻ നനഞ്ഞ പടക്കമാകുമ്പോൾ പുറത്തു വന്ന ലിസ്റ്റിൽ അതൃപ്തിയുടെ മാലപ്പടക്കം. കണ്ണൂരിലും കൊച്ചിയിലും തിരുവനന്തപുരത്തും പൊട്ടിത്തെറി. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ അധ്യക്ഷൻ തന്നെ തളിപ്പറമ്പിൽ വിമതൻ, പയ്യന്നൂരിൽ വിമതൻ വീണ്ടും. പലയിടത്തും വിമത സ്ഥാനാർത്ഥികൾ ഒരുങ്ങുന്നു. വാഴയ്ക്കനും ദീപ്തിയുമൊക്കെ അടിച്ചു വച്ച പോസ്റ്ററുകൾ നോക്കി ദുഃഖം കടിച്ചമർത്തുമ്പോൾ അവർക്ക് വേണ്ടി തെരുവിലിറങ്ങിയ സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഇതെന്ത് പാർട്ടിയാണ് സാറേ? സീറ്റില്ല എന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇത്രയ്ക്ക് ഏകോപനമില്ലാത്ത ഈ പാർട്ടിയുടെ നേതൃത്വത്തിലാണോ ഇനി LDFനെ തോൽപ്പിച്ച് ഭരണം പിടിച്ച് നവകേരളത്തെ നിയോ കേരളമാക്കാൻ പോകുന്നത്? ഇതിനിടയിൽ മറ്റാരുണ്ട് LDF അല്ലാതെ എന്ന് ചോദിച്ച് ബഹുദൂരം പ്രചാരണത്തിൽ മുന്നിലെത്തിയ LDF. എന്ത് കണ്ട് UDFന് വോട്ട് ചെയ്യുമെന്ന് ചോദിക്കുന്ന സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ മുന്നിൽ നുണകൾ പറഞ്ഞ് ഓട്ടയടയ്ക്കാൻ ശ്രമിച്ചാൽ നടക്കുമോ കോൺഗ്രസ്സേ? എങ്ങാനും കഷ്ടിച്ച് കരപറ്റി അധികാരം പിടിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ മുതൽ ഓരോന്നിനും ഇവരുടെ അടി അന്നും കാണേണ്ടി വരില്ലേ എന്ന് ഇതുപോലെ ചോദിക്കുന്നവർക്ക് മുന്നിൽ ഉത്തരം പറയാനില്ലാതെ കുഴങ്ങുകയാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രാദേശിക നേതാക്കൾ. അതൃപ്തർ പാർട്ടിക്ക് പുറത്തേക്കും വിമതരുടെ രൂപത്തിലും പാർട്ടിക്കുള്ളിൽ തന്നെ കാലുവാരിയും മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുമ്പോൾ ഇതാണോ 10 വർഷം കേരളം ഭരിച്ച് ഭരണവിരുദ്ധ വികാരമില്ലാതെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പിണറായി സർക്കാരിനെ നേരിടുന്ന പ്രതിപക്ഷമെന്നാണ് ചോദിക്കുന്നത്. കോൺഗ്രസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? നിയോ കോൺഗ്രസ് ആക്കുമോ ഇവരെല്ലാവരും കൂടി?